പല സർക്കാർ ആശുപത്രികളിലും ചികിത്സയ്ക്കായി ഡോക്ടർമാരെ തേടുമ്പോഴാണ് കുറവലങ്ങാട് സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഉണ്ടായിരുന്നിട്ടും മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന പരാതി ശക്തമായി ഉയരുന്നത്. കുറവലങ്ങാട് ഗവൺമെന്റ് ആശുപത്രിയിൽ 7 ഡോക്ടർമാരാണ് നിലവിൽ ചികിത്സയ്ക്ക് വേണ്ടി ഉള്ളത്. 7 പേരുണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ രോഗികളെ ഇവിടെ കിടത്തി ചികിത്സിക്കുന്നതിന് പല ഡോക്ടർമാർക്കും താല്പര്യമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നാണ് പ്രധാനമായും ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ചോദിച്ചാൽ കൃത്യമായി നൽകാൻ പോലും ആശുപത്രിയുടെ ഓഫീസിന് കഴിയുന്നില്ല എന്നുള്ളതിന് പുറമെയാണ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ല എന്ന ആക്ഷേപവും പരാതിയും ശക്തമായി ഉയരുന്നത്. മുൻപ് 2 ഡോക്ടർമാർ മാത്രമുണ്ടായിരുന്ന സമയങ്ങളിൽ പോലും ആശുപത്രിയിൽ രാത്രികാല ചികിത്സയ്ക്കോ അടിയന്തര സാഹചര്യങ്ങളിലോ ഒരിക്കൽ പോലും ചികിത്സയുടെ പേരിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നില്ല. എന്നാലിപ്പോൾ ആശുപത്രിയിൽ സ്ഥിരമായി 2 ഡോക്ടർമാരും വർക്ക് അറേഞ്ച്മെന്റ് ഇനത്തിൽ ഉഴവൂരിൽ നിന്നെത്തുന്ന 2 ഡോക്ടർമാരും ചേർന്ന് ബലത്തിൽ 4 സ്ഥിരം ഡോക്ടർമാരുടെ സാന്നിധ്യം ആശുപത്രിയിൽ ഉണ്ട്. ഇവരെ കൂടാതെ 3 പേർ NRHM പദ്ധതിയിൽപ്പെടുത്തി ആശുപത്രിയിൽ സേവനത്തിന് എത്തുന്നുണ്ട്. ഡോക്ടർമാരുടെ ആകെ എണ്ണം 7 നിൽക്കുമ്പോഴും മതിയായ സേവനം ലഭിക്കുന്നില്ല എന്ന പരാതികൾ ശക്തമാകുന്നതിനിടയിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒരു ഡോക്ടർ കൂടി NRHM പദ്ധതിയിൽ എത്തുമെന്നാണ് വീണ്ടും പറയുന്നത്. ഡോക്ടർമാർ തുടരെ എത്തുമ്പോഴും ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാൻ ഡോക്ടർമാർക്ക് താല്പര്യമില്ലാത്ത സാഹചര്യമാണെന്നാണ് രോഗികൾ തന്നെ പറയുന്നത്. ആശുപത്രിയിൽ മതിയായ ക്രമീകരണങ്ങളുടെ അഭാവവും സ്പെഷ്യലിസ്റ്റുകളുടെ കുറവും ഓക്സിജൻ, ECG എന്നിവയടക്കമുള്ള ക്രമീകരണങ്ങളും ഇല്ലാത്തതിനാലാണ് കിടത്തി ചികിത്സയ്ക്ക് പ്രതിസന്ധി ഉയരുന്നത് എന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പ്രതിനിധി വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കുറവലങ്ങാടും സമീപ പഞ്ചായത്തുകളുമുള്ള 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന കുറവലങ്ങാട് സർക്കാർ ആശുപത്രി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളടക്കമുള്ളവർ അടിയന്തര ഇടപെടലുകൾ നടത്തിയില്ല എങ്കിൽ ആശുപത്രിയിലേക്ക് ആരും എത്താത്ത അവസ്ഥ സംജാതമാകുമെന്നുള്ളതിൽ സംശയമില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും നിർധന രോഗികളുമടക്കമുള്ളവരാണ് സാധാരണയായി ആശുപത്രിയെ ആശ്രയിക്കുന്നത് എന്നുള്ളതിരിക്കെ ഒരു TT ഇഞ്ചക്ഷൻ പോലും വൈകിയാൽ പിന്നെ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ഉള്ളത് എന്നാണ് പ്രധാന ആക്ഷേപം. TT ഇഞ്ചക്ഷൻ പോലും എടുക്കണമെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണം. എന്നാൽ വൈകുന്നേരമായാൽ പിന്നെ ഡോക്ടർമാരെ ഇവിടെയെങ്കിലും കാണാനോ ആശുപത്രിയുടെ സമീപ സ്ഥലങ്ങളിലെങ്കിലും ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ കണ്ടെത്താനോ കഴിയാത്ത സാഹചര്യത്തിൽ ആശുപത്രി ഉള്ളത് തന്നെ കാര്യമായ നേട്ടമുണ്ടാക്കാത്ത സ്ഥിതിയാണുള്ളതെന്നാണ് പറയപ്പെടുന്നത്. താലൂക്ക് ആശുപത്രി എന്ന വലിയ പദവി ലഭിച്ച ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള അനാസ്ഥയെന്നത് വിഷയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാൻ ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും കഴിയാത്ത സാഹചര്യം സംജാതമാക്കിയിട്ടുണ്ട്.